തിരുവനന്തപുരം നഗരത്തിന് തൊട്ടടുത്ത, എന്നാൽ അതിൻ്റെ ആരവവും തിരക്കും ബഹളവും ഒന്നുമില്ലാതെ സുന്ദരമായ ഒരു നാട്ടിൻപുറമുണ്ട്. അവിടുത്തെ ആളുകൾ ഭയഭക്തിയോടെ ആരാധിക്കുന്ന ഒരു പ്രാചീന ഭദ്രകാളി ക്ഷേത്രവും വൈകുന്നേരങ്ങളിൽ ഇന്നും പ്രായം ചെന്നവർ സൊറ പറഞ്ഞിരിക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വഴിയമ്പലവും കടന്ന് ഒരു മൺവഴിയിലൂടെ അല്പദൂരം മുന്നോട്ടു പോയാൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലുള്ള മനുഷ്യനിർമ്മിത അലങ്കാരങ്ങളൊന്നുമില്ലാതെ ഒരു അനാഘ്രാത പുഷ്പം പോലെ വിടർന്നു നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രകൃതി സുന്ദരമായ പ്രദേശങ്ങളിലൊന്നെന്ന് നിസ്സംശയം വിശേഷിപ്പിക്കാവുന്ന ഒരു വിശാലമായ കായൽ തീരത്ത് നിങ്ങൾ എത്തിച്ചേരുന്നു. ഒരു മനോഹരമായ കാവ്യം പോലെ സുന്ദരമാണ് ഇവിടുത്തെ സന്ധ്യകൾ. പ്രതിഭാധനനായ ഒരു ചലച്ചിത്രകാരന്റെ ഭാവന ക്യാമറ കണ്ണുകൾ പകർത്തിയെടുക്കുമ്പോൾ ആസ്വാദകൻ അനുഭവിക്കുന്ന സൗന്ദര്യമാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. സാന്ധ്യാകാശം കായൽ തെളിമയിൽ കണ്ണാടി നോക്കുന്ന മനോഹരമായ കാഴ്ച പ്രകൃതി സ്നേഹികൾക്ക് കണ്ണിനും ഹൃദയത്തിനും വിരുന്നൂട്ടുന്നു. സഞ്ചാരിയുടെ മനസ്സിൽ ഗൃഹാതുരത്വത്തിൻ്റെ സുഖമുള്ള നൊമ്പര സംഗീതം നിറയുന്നു. അനന്തതയിലേക്ക് നീണ്ടുകിടക്കുന്ന കാലം പോലെ ഒരു മൺപാത. ഇതിലൂടെ ഇളം കാറ്റിൻ്റെ തലോടലേറ്റ് വിവിധയിനം പക്ഷികളുടെ കിന്നാരങ്ങൾ കേട്ട് അകലെ അമ്പലത്തിൽ നിന്നും വരുന്ന ഭക്തിഗീതമുണർത്തുന്ന ചൈതന്യം ഉൾക്കൊണ്ട് നിങ്ങൾ വെറുതെ നടന്നു നീങ്ങുമ്പോൾ ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളെല്ലാം അഴിഞ്ഞു വീഴുന്നു. ഒരു മെഡിറ്റേഷൻ നൽകുന്ന അനുഭൂതി ഇവിടെ നിന്നും നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാനാകും. ആൾക്കാർക്ക് വിശ്രമിക്കുവാൻ നിർമ്മിച്ചിരിക്കുന്ന ഈ ചെറിയ പാർക്കിൽ ഇപ്പോൾ ആരുമില്ല. സേതുമാധവൻ എന്ന കഥാപാത്രത്തെ മോഹൻലാൽ അനശ്വരമാക്കിയ കിരീടം എന്ന ചലച്ചിത്രത്തിലെ അവിസ്മരണീയമായ ചില രംഗങ്ങൾ ഇവിടെയായിരുന്നു പകർത്തിയത്. അതിനുശേഷം കിരീടം പാലം എന്നറിയപ്പെടുന്ന ഈ ചെറിയ പാലത്തിലും ശാന്തമായി ഒഴുകുന്ന കൈത്തോടിലും കറുത്ത നിഴലുകൾ വീണു തുടങ്ങിയിരിക്കുന്നു. സന്ധ്യ മാഞ്ഞു പോകുന്ന വഴികളിൽ ഇരുട്ട് ചേക്കേറി തുടങ്ങുമ്പോഴും ഇവിടെ വിജനമായിട്ടില്ല. ഉച്ചത്തിലാകുന്ന ചീവീടുകളുടെ കരച്ചിലുകൾക്കൊപ്പം വാഹനങ്ങളുടെ ഇരമ്പലും ഉയരുന്നുണ്ട്. കൂടണയുന്ന പക്ഷികളും പണി കഴിഞ്ഞ് വീട്ടിലെത്താൻ തിടുക്കപ്പെട്ടു പോകുന്ന ഗ്രാമീണരും.
അതെ, തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി പ്രകൃതിയുടെ മടിത്തട്ടിൽ ശാന്തതയുടെ സുഗന്ധം നുകർന്ന ഒരു വൈകുന്നേരം ചെലവഴിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ തിരുവനന്തപുരം നഗര സമീപമുള്ള വെള്ളായണിക്കായലിൻ്റെ പരിസരങ്ങളിലേക്ക് വരിക. കേട്ടറിഞ്ഞ് ഇവിടെ എത്തുന്നവരുടെ മുഖപ്രസാദവും ആനന്ദവും പറഞ്ഞുതരും അനുപമമായ എന്തോ ഒന്ന് പ്രകൃതിദേവി ഇവിടെ നിങ്ങൾക്കായി കരുതി വച്ചിട്ടുണ്ടെന്ന്. ഇന്നത്തെ ശ്രീഋഷി യാത്ര നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ശ്രീഋഷി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി കാത്തിരിക്കുക. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക.